എന്റെ സംശയം മനസ്സിലായി. ഈ വൈകുണ്ഠസ്വാമിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ കുടുംബത്തിനോ അല്ലെങ്കിൽ മരിച്ചുപോയ ഗോപൻ സ്വാമിക്കോ? അത് മരുത്തമലയിൽ ഒരു അത് മരുത്തമലയിൽ എന്റെ ഭർത്താവിന് ആശ്രമം ഉണ്ടായിരുന്നു. ഹലോ, കേൾക്കാം. മരുത്തമലയിൽ ഭർത്താവിന് ആശ്രമമുണ്ട്. എത്ര വർഷത്തേക്ക് മുമ്പുള്ള ആശ്രമം എന്നറിയാം, ഇന്നും ഇന്നലെയൊന്നുമല്ല. മനസ്സിലാക്കണം. ധ്യാനത്തിലിരിക്കുന്ന എന്റെ ഞങ്ങൾ കിടക്കുന്ന എന്നെ കല്യാണം കഴിക്കും മുമ്പേ അവർക്ക് ധ്യാനമാണ്. എന്നെ കല്യാണം സമയത്ത് അദ്ദേഹം ലോഡിങ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലേ? 1 മാസം ആയപ്പം ചുമട്ടുതൊഴിലാളിയും കൂടിയായിരുന്നു ആ സമയത്ത്. അന്ന് ആ സമയം അന്ന് അവർക്ക് നെയ്ത്തായിരുന്നു. അവർക്ക് നെയ്ത്തായിരുന്നു അന്ന് എന്നെ കല്യാണം കഴിച്ചപ്പോൾ. പിന്നീടാണ് വീട്ടിലാണ് എന്നെ കെട്ടിക്കൊണ്ടുപോയത്. ഞങ്ങൾ അല്ല, അത് വർഷങ്ങളാ കഴിഞ്ഞതിന് ശേഷം 3 പിള്ളേരൊക്കെ ആയി ചുമട്ട് തൊഴിലാളി പല പണികൾ ചെയ്താണ് നമ്മൾ നമുക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഓരോ പണിയും ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട കുടുംബമാണെന്ന് മനസ്സിലായി. ആ വീടത്തിരി ആ സമയത്ത് ഈ വൈകുണ്ഠസ്വാമിയുടെ മരുത്വാമലയിൽ സ്ഥലം ഉണ്ടായിരുന്നു. സ്ഥലം ഈ നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചല്ല. അവിടെ ധ്യാനത്തിന് ഗുഹയിലൊക്കെ ചെന്നിരിക്കുമ്പോഴേ ഗുഹയിൽ സ്വാമിമാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം വേസ്റ്റ് ആൾക്കാർക്ക് നമ്മൾ വിലയ്ക്ക് വാങ്ങിച്ചില്ല. ആൾക്കാർക്ക് ധ്യാനത്തിനുള്ള സ്ഥലമാണല്ലോ മരുത്വമല, അറിയാന്നുള്ളവർക്ക് അറിയാം. അപ്പം അവിടെ ധ്യാനത്തിനുള്ള സ്ഥാനം പാറയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാനും പോയിട്ടുണ്ട് മരുത്വമലയിൽ. അവിടുത്തെ ഗുഹകളെല്ലാം ഞാൻ കയറിയിട്ടുണ്ട്. ഞാനും പോയിട്ടുണ്ട്. ആ മരുത്വമല ഗുഹയിലെല്ലാം ഇരുന്നിട്ടുണ്ട്. ആശ്രമത്തിൽ അങ്ങനെ ആശ്രമം അവിടെ ഉണ്ടായിരുന്നു. അല്ല, ആ ആശ്രമത്തിന്റെ പേര് കോമ്പെ ആശ്രമം. ഓക്കെ, ശരി. അല്ല, ഞാനൊന്ന് മനസ്സിലായി, കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി. അപ്പോൾ അങ്ങനെ 11:15 സമാധി കഴിഞ്ഞു. രാവിലെ 3:30-4 മണി വരെ ഈ വിവരം മറ്റാരെയും അറിയിച്ചില്ല. അതാണ് അമ്മ പറഞ്ഞു വന്നത്. എന്താണത് മറ്റാരെങ്കിലും ഒന്ന് അറിയിക്കാതിരുന്നത്? അടുത്തൊരുപാട് ബന്ധുക്കളോ അതല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറെയോ ഇനി അതും അല്ലെങ്കിൽ ഡോക്ടറെയോ ആരെങ്കിലും ഒന്ന് വിളിച്ചറിയിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഈ കുഴപ്പം വരില്ലായിരുന്നു. അതെ, അത് നമുക്കറിയാം, മനസ്സിലായി. പക്ഷെ നമ്മൾ ഭഗവാന്റെ പൂജകൾ കഴിഞ്ഞ് കുളിച്ച് പൂജകൾ കഴിഞ്ഞ് വീട്ടിലെ ഭക്ഷണമൊക്കെ കഴിച്ചും കൊണ്ടാണല്ലോ പതിവാണ് ധ്യാനത്തിന് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സമാധിക്കാണ് പോകണമെന്ന് നമുക്ക് അറിഞ്ഞൂടല്ല. നിത്യവും ധ്യാനത്തിന് ഈ ജോലികളൊക്കെ നിർത്തി ആരോഗ്യം കുറഞ്ഞപ്പോൾ അവർ ധ്യാനം മാത്രം ക്ഷേത്രത്തിൽ കർപ്പൂരോ ദീപാരാധന കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ക്ഷീണമായതുകൊണ്ട് ഒരു ചായം കൊടുത്തേ കോവിലിൽ നമ്മൾ വിടുള്ളൂ. മനസ്സിലാക്കണം. അത് കഴിഞ്ഞിട്ട് ഇവർ ധ്യാനത്തിൽ പോകുമ്പോൾ നമ്മുടെ അടുക്കള പണിയും വീട് പണിയും നമുക്ക് ഈ വീട്ടുകാര്യം മാത്രമല്ല, നമുക്ക് ക്ഷേത്രത്തിനകത്ത് പൂജ കഴിയണം, തട്ടങ്ങൾ കഴിയണം, പൂ കെട്ടണം, പരിസരം വൃത്തിയാക്കണം, പിന്നെ ക്ഷേത്രത്തിന് പറഞ്ഞാൽ തുണികൾ കഴുകി ഉണക്കണം, പിന്നെ നമ്മൾ ശരീരം വൃത്തിയാക്കണം. ഇങ്ങനെ ഇത്തിരി ജോലികളുണ്ട്. അപ്പോൾ അടുത്ത വീടുകളൊന്നും നമ്മളിങ്ങനെ പരസ്യമായിട്ട് ചെന്ന് ഇരിക്കില്ല. മനസ്സിലാക്കണം. നമ്മുടെ ജോലി ചെയ്യുക, അടുത്ത വീടുകളായിട്ട് നമ്മൾ പരസ്യമായിട്ട് പോകില്ല. കാരണം എന്താണെന്നറിയാം, നമുക്ക് അതിനുള്ള സമയമില്ല. ഇത്തിരി സമയം കിട്ടുമ്പോൾ നമുക്ക് റെസ്റ്റ് ഇല്ല ഇപ്പൊ. അതുകൊണ്ട് അല്പം സമയം കിട്ടുമ്പോൾ ആ സമയത്തും, അതായത് സമാധി ആവുന്ന ദിവസം രാവിലെ ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നോ സ്വാമി? രാവിലെ ഭക്ഷണം വലുതായിട്ട് കഴിച്ചില്ല. അവർ 3 ദിവസത്തേക്ക് മുമ്പ് ആഹാരങ്ങളൊക്കെ എത്ര കൊടുത്തിരുന്നാൽ, അല്ലെങ്കിൽ 4 ദോശയൊക്കെ ഒരാഴ്ചക്ക് മുന്നായിട്ട് തിന്നുമായിരുന്നു. പിന്നെ അവർ 1 ദോശയായി. അങ്ങനെ ഒരു ദിവസം പറഞ്ഞ് എനിക്ക് ഇനി ദോശ വേണ്ട, എനിക്ക് നല്ല പൊടിയരി കഞ്ഞി പോലെ കുറച്ച് കഞ്ഞി റെഡിയാക്കണം. ഞങ്ങൾ രാവിലെ പതുപോലെ ചോറും കറിയൊക്കെ തയ്യാറാക്കും. അതിൽ നിന്ന് വെന്ത ചോറ് കുറച്ചെടുത്ത് എല്ലാ കറികളും അതിൽ ചേർത്ത് ഇങ്ങനെ കുഴമ്പ് പോലെ, ഈ നമ്മൾ പായസം ഉണ്ടാക്കും പോലെ ഇങ്ങനെ കുഴമ്പ് പോലെയാണ് ഇവരെ ആഹാരം. നമ്മൾ പിന്നെ കൊടുത്താലേ തിന്നുള്ളൂ. ചെറിയൊരു അസുഖമുള്ളതുപോലെ എന്തെങ്കിലും തോന്നിയിരുന്നോ ആ സമയത്ത്? ഈ സമാധി ആവുന്ന ദിവസം രാവിലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ട്, ഇപ്പൊ ഭക്ഷണം വേണ്ടാന്ന് വെച്ചിരുന്നു, അങ്ങനെ എന്തെങ്കിലും അസുഖം ഉള്ളതായിട്ട് തോന്നിയിരുന്നോ? പറഞ്ഞാൽ അത് കഞ്ഞി സത്യമായിട്ട് കൈലാസനാഥനാണ്. അവർക്ക് അസ്വസ്ഥത ഒന്നും നമുക്ക് തോന്നിയില്ല. പതിവായിട്ട് കഴിക്കുന്ന ആഹാരങ്ങൾ അവർ കുറച്ച് പതിവായിട്ട് ഓരോ ദിവസം ഓരോ ദോശ കുറച്ച്, പിന്നെ ഉച്ചയ്ക്ക് ഊണ് നിർത്തി, പിന്നെ വൈകുന്നേരത്തെ ഊണ് നിർത്തി, പിന്നെ അതുകൊണ്ട് ഞങ്ങൾ ഒന്നാത്തോണ്ട് പാല് കാച്ചി കൊടുക്കും. മനസ്സിലാക്കണം. അതിനുശേഷം എന്താ പറ്റിയതമ്മ? അതിനുശേഷം എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, 11 മണിയാവുന്നതിന് മുമ്പ് പാല് 1 ഗ്ലാസ് കൊടുക്കുമ്പോ
പാലും 1 ഗ്ലാസ് കൊടുത്ത പകുതി വെച്ച് ഈ കഞ്ഞിയും കൊണ്ട് നിത്യം കൊടുക്കണ കഞ്ഞി കുറച്ചേ കഴിച്ചോളൂ, മതി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. അത് ഞാനാണ് എടുത്ത് ആ കഞ്ഞി വെച്ചിരുന്ന അയ്യം ഞാൻ എടുത്ത് കുടിക്കും. അതുപോലെ പാല് അതേപോലെ. പിന്നെ എന്ത് കഴിച്ച് നിവേദ്യം, അന്ന് നിവേദ്യം ഭഗവാന് കൊടുത്ത ആ നിവേദ്യം കഴിച്ച്. അത് അവർക്ക് പണ്ടേ പഴം ഇഷ്ടമാണ്. ഭഗവാന്റെ നിവേദ്യം ദിവ്യാദ്യമായിട്ട് ഭഗവാന് കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കഴിക്കും. ആ നിവേദ്യം കഴിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങള് പഴം തിന്നാണ്. അവർക്ക് ഈ പഴം കണക്കില് ഇപ്പം ഞങ്ങൾ ഇൻസുലിനാണ് വെച്ചോണ്ടിരിക്കുന്നത്. കാരണം ഗുളിക കുടലിന് അതിനുള്ള ആഹാരം കഴിക്കാത്തോണ്ട് എടുക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേരും എനിക്കും അങ്ങനെ ഇൻസുലിൻ ഉണ്ട്. ഞങ്ങൾ പഴങ്ങളൊക്കെ കൂടുതൽ ഇറച്ചി മീനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഷുഗർ എളുപ്പം വരും. കാരണം തേന് നെയ്യ് ഭഗവാന് നിവേദ്യം കഴിക്കുന്ന അങ്ങനെയാണല്ലോ, തേന് നെയ്യ് ഇങ്ങനെയുള്ള. അപ്പം ഞങ്ങൾ നിത്യം അത് കളയില്ല, കഴിക്കും. പ്രത്യേകിച്ച് ക്ഷീണമൊന്നും തോന്നിയില്ല. 11 മണിയപ്പോ അമ്മയെടുത്ത് പറഞ്ഞിരുന്നോ ഞാൻ സമാധിയാവാൻ പോവുകയാണെന്ന്? അങ്ങനെ പറഞ്ഞോ? ഇല്ലല്ലോ. ഈ മോനോട് മാത്രമേ പറഞ്ഞുള്ളൂ, രാജസേനോട് മാത്രമേ പറഞ്ഞുള്ളൂ. 2 ദിവസത്തേക്ക് മുമ്പ് വെളുപ്പാ രാവിലെ പിന്നെ ഇങ്ങനെ എന്നെ വിളിച്ച് കൈ തട്ടി. അപ്പം കൈ തട്ടിയപ്പോൾ അവർക്ക് അങ്ങ് അത്ര ബലമൊന്നുമില്ല. കൈ തട്ടിയപ്പോൾ എന്നെ വിളിച്ച്. ഞാൻ കേട്ടോ എന്ത് ഞാൻ പോവും കേട്ടോ എന്ന് പറഞ്ഞ്. ഞാൻ അത് കാര്യത്തിലടി ഞാനും ഉറങ്ങി. വെളുപ്പാരാവില്ല ഞാൻ ഇങ്ങനെ ഉറങ്ങി കിടന്നപ്പോൾ ഞാൻ ചുമ്മാ അവിടെ കിടന്ന് ഉറങ്ങും ഞാൻ കളിയാക്കി. ഇങ്ങനെ സമാധിക്കാണെന്നുള്ള നാമം നമുക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ നിൽക്കുമ്പോൾ പറയും എനിക്ക് ഇന്ന് ഒരു സ്ഥലം വരെ പോകണം. ഈ കൊറോണ വന്ന ശേഷമാണ് ഇവർക്ക് യാത്ര കുറഞ്ഞത്. ഇല്ലെങ്കിൽ വീട്ടിൽ കാണൂല ആള്. പലയിടങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന പെൻഷനായ ശേഷം വല്ലപ്പോഴും കോമ്പ ആശ്രമത്തിൽ പോകും. അന്വേഷിച്ചറിയാം. കോമ്പ ആശ്രമത്തിൽ ചെന്നാൽ അവിടെ സ്വാമിമാർക്കെല്ലാം അറിയാം. മരത്തമേലെ പെയ്യ ഗോപസ്വാമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഈ ലോകം ഒട്ടാകെ പോണെന്ന് ഇപ്പോഴാണ് പറഞ്ഞത്. അല്ലാതെ സമാധിക്ക് ഇവരെ ഇരിപ്പും പോക്കും എല്ലാം നമ്മൾ ആക്ഷേപിക്കുകയില്ല. അവരെ ഇഷ്ടം പോലെ ഭഗവാനെ പൂജിക്കണേലേ. അപ്പം ഭഗവാനെ പൂജിക്കുമ്പം ഭഗവാൻ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് തന്നു ഒരു മൊബൈലും ഇങ്ങനെയുള്ള സാധനവും ദൈവം അനുവദിക്കാതെ വർക്ക് ചെയ്യൂ. ഇതെല്ലാം വർക്ക് ചെയ്യൂ. നമ്മളെ തലച്ചോറ് നമ്മളെ അമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറേയൊക്കെ എനിക്ക് മനസ്സിലായി, കുറേയൊക്കെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനകത്തൊരു പ്രശ്നമായിട്ട് ഇപ്പം അമ്മ നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്നത്, അമ്മയെ ആരെങ്കിലും ഇത് ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, രാജസേനെയും ധരിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഒരു നിയമപ്രശ്നം എന്ന് പറയുന്നത്, അമ്മ ഇത് മറ്റൊരാളെ അറിയിച്ചിരുന്നെങ്കിൽ, ഒരു ഡോക്ടറെ അറിയിച്ചിരുന്നെങ്കിൽ, പഞ്ചായത്ത് മെമ്പറെയെങ്കിലും ഇത് അറിയിച്ചിരുന്നെങ്കിൽ, അവർ വന്നൊന്ന് കണ്ട് ആ മരണം ഒന്ന് ഉറപ്പ് വരുത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ ഒരു സംശയമുള്ളത്, നിങ്ങളിൽ 3 പേർക്കും ഈ വൈദ്യപഠനം അറിയില്ലല്ലോ. അപ്പോ ശ്വാസമുണ്ടെന്നോ നാഡീവെടുപ്പ് ഇല്ലെന്നോ എന്തോ അതെ. അപ്പം ഇതെല്ലാം നിലച്ചുപോയി എന്നുള്ളതൊന്ന് ഒരാൾ സാക്ഷ്യപ്പെടുത്തണം എന്നുള്ള ഒരാളൊന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്താതെ ഈ ഋഷിപീഠത്തിലിരുത്തി സംസ്കാര കർമ്മം നിർവഹിച്ചു എന്നുള്ളതാണ് ഒരു പ്രശ്നം യഥാർത്ഥത്തിൽ. അത് രാവിലെ എത്ര മണിക്കാ പിന്നീട് ഈ അതെ ഞങ്ങള് സമാധി പൂജയെല്ലാം തീർന്നപ്പോ വെളുപ്പാ രാവിലെ 3:30 കഴിഞ്ഞു. അതായത് 11:15 മരിച്ചു. ആ പകൽ മുഴുവൻ വീട്ടിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്നു, ഋഷിപീഠത്തിൽ ഉണ്ടായിരുന്നു. രാത്രി മുഴുവൻ ആ കർമ്മങ്ങളും ഋഷിപീഠം സ്ലാബിട്ട് പൂർണ്ണമായിട്ടും അടച്ച് രാവിലെ വിളക്ക് കൊളുത്തുന്നത് വരെ അത്രയും സമയം മറ്റാരും ഇത് അറിഞ്ഞില്ല അല്ലേ? ഒരിക്കൽ സംശയം. മാഡം പറഞ്ഞ കറക്റ്റ് എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഇവിടെ ശരിയാണ്. പിന്നെ ഒന്ന് ഈ 11:15 ഇത് സംഭവിച്ചെങ്കിലും മൂത്ത മോനെ വിളിച്ചു, അടുത്ത് ഞങ്ങളെല്ലാവരും വിളിച്ചു. ഇത് തന്നെ 1 മണിക്കൂർ നമ്മൾ അതിന് വെയിറ്റ് ചെയ്തു, ജീവനുണ്ടോ ഇല്ലേന്ന്. അതെല്ലാം കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞ ആ പോറ്റിയിലൂടെ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാം ഇടപെടുമ്പം അതിനും സമയമെടുത്തു. ഇതിന് ഉടൻ തന്നെ ഞങ്ങൾ ഇല്ലേ ഇതിനിടയിലെല്ലാം ഞങ്ങൾ ഈ സമാധി എന്നുള്ള സാധനം ആർക്കും കണ്ടുകൂടാ എന്നുള്ളത് മുമ്പേ എൻ്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്, അതും എനിക്കറിയാം. മോൻ പറഞ്ഞ് അമ്മ അങ്ങനെ ഇവിടെ കിടന്ന് വിളിക്കല് വിളിച്ച അച്ഛൻ്റെ പൂജ വന്നു. പിന്നെ വരാതിരിക്കാവുന്ന അത് ലോകത്താർക്കെങ്കിലും. അപ്പം സമാധി ആയത് ഞാൻ ചെന്ന് ഓടിച്ചെന്ന്
എനിക്ക് കാര്യങ്ങളൊക്കെ ഇരിപ്പും കാര്യങ്ങളെല്ലാം കാണുമ്പം തന്നെ അറിയാം. ഞാൻ ഒരുപാട് ഗുഹയിലും അങ്ങും ഇങ്ങുമൊക്കെ മരുത്തമലയിൽ ആലിൻ്റെ മൂട്ടിൽ എത്രയും ശിവലിംഗം ഉള്ള ഗുഹയ്ക്കകത്ത് ഇരുന്ന് ധ്യാനിച്ചവളാണ് ഞാൻ.